സ്മൈൽ ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ശരിയാണ്. നമ്മൾക്ക് നല്ലൊരു ചിരി ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലിയ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ വേറെ ഇല്ല. നമ്മളുടെ ഉള്ളിൽ അത്രയും ഹാപ്പിനെസ് ആണ് വേറൊരാൾക്കേക്ക് കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചിരിക്കാൻ മറക്കാറുണ്ട്. റോഡിലിറങ്ങി നടക്കുമ്പോഴോ എതിരെ വരുന്ന വ്യക്തിയെ എനിക്ക് അറിയില്ല, പക്ഷെ അത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് ചിന്തിച്ച് ചിരിക്കാൻ മറക്കുന്ന ഒത്തിരി പേരുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലൈഫിലെ ഏത് സിറ്റുവേഷൻസിലും ഏത് റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ എന്ത് ജോബ് ആണെങ്കിലും ഇനി പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും വേണ്ടുന്ന ഒരേ ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. പലർക്കും അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ലൈഫിലാണെങ്കിലും. ഇനി ഒന്നുമില്ല, ഒരു നോർമൽ നമ്മളൊരു ഫാമിലി ലൈഫിലാണെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുഞ്ഞു കാര്യം പോലും ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ ഡിസിഷൻ ഞാനും എൻ്റെ ഹസ്ബൻഡും എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞു പോയിന്റ് ആണെങ്കിൽ പോലും എനിക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് അതെന്തോ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ അതേപോലെ പറയാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. ആൾക്ക് ആ ഒരു ഭാഗം ക്ലിയർ ആകുമ്പോൾ ചിലപ്പം സോറി വരും. അതേപോലെ തിരിച്ച ആളും എൻ്റെ തന്നെ പറയാറുണ്ട് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് കീ ആണ്. അപ്പോൾ ഫാമിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ ഇനി വേറെ തരത്തിൽ നോക്കുകയാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്, അവിടെ പല കാര്യങ്ങളിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അതേപോലെ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കമ്പനീസായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും, ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇത്രയും അത്യാവശ്യമുള്ളൊരു കാലത്ത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ വേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ മാറ്റിയെടുത്തിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴായിക്കോട്ടെ കോളേജിൽ പഠിക്കുന്ന ആയിക്കോട്ടെ സംസാരിക്കാൻ വളരെ കുറഞ്ഞൊരാളാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ കോളേജിൽ അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവൾ അധികം സംസാരിക്കില്ല എന്ന് പറയും. ആരുമായിട്ട് എനിക്കത് കൂടുതൽ കമ്പനി ആവാൻ പറ്റില്ല. ഒരേ ഒരു കാര്യമാണ്, എനിക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു, സംസാരം വളരെ കുറവായിരുന്നു. അപ്പം അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റില്ല നമ്മുടെ കാലത്തേക്ക്. അപ്പോൾ ഇപ്പം ഈ നിമിഷത്തെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫിന് അത് വളരെയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെയായിട്ട് അധികം അതൊരു നമ്മുടെ ലൈഫിനൊരു സന്തോഷവും തരും, നമുക്കൊരു സക്സസ് തരുന്നതിനും എല്ലാത്തിനും ഭാഗമാക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവൻ നന്നായിട്ട് എല്ലായിടത്തും ശോഭിച്ച് വരാൻ വേണ്ടി അവർക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. നിങ്ങൾ നന്നായിട്ട് നിങ്ങളൊരാൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇതാണ് ആദ്യം വേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം അത് റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ പോയതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മളൊരാൾക്ക് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യത്തെ മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ആദ്യം ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരാളുടെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്. ഒരാൾ നമ്മളടുത്ത് എന്ത് പറയുകയാണെങ്കിലും നമ്മളെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ഇല്ലാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതൊരു അവസ്ഥയായിരിക്കും കേൾക്കേണ്ടത്. പക്ഷെ അതൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ അത് നമുക്ക് അറിയുന്ന ഒരു കാര്യത്തെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ അറിവ് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചാടിക്കേറി ഒരുപാട് സംസാരിക്കുക, ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വരില്ല. നമ്മൾ ലിസൺ ചെയ്യുക, അവരെന്താണ് നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യത്തെ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇരുന്ന് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ചില ആൾക്കാരുണ്ടാവും കേട്ടോ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിൽ സംസാരിക്കുക. ചില നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫിൻ്റെ ഇടയിലാണെങ്കിൽ ആൾ ഭയങ്കര ഇമോഷണലി ആണെങ്കിൽ പറയുന്നതൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ബിഹേവ് ചെയ്യുമ്പോഴുണ്ടല്ലോ അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ വ്യക്തിയുടെ മനസ്സ് അത്രയും ഹേർട്ടാവും. നമ്മൾ ആരടുത്ത് ആരാണെങ്കിലും ഏതൊരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങളടുത്ത് ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഇരുന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ കണ്ണിലേ ചില ആൾക്കാർ കമൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, ഇങ്ങനെ കണ്ണിലേ നോക്കിയിരിക്കാൻ പറ്റും. അങ്ങനെയല്ല, നമുക്കറിയില്ല നമ്മളൊരു വ്യക്തിനെ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നീ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഭാഗത്ത് നമ്മൾ അവരെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കൂടെ എന്താ വെച്ചാൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പം ഈ ഫാമിലി ലൈഫിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ നിങ്ങൾ ഒരാൾ പറയുന്നത് കേൾക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെന്ന് അറിയോ? അതാദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അവർ നമ്മളോട് പറയുന്ന കാര്യം, അവർ പറയുന്ന ആ ഒരു കാര്യത്തിന് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ നമ്മൾ സെയിൽസ്
ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വിൽക്കാൻ വരുന്ന വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പം അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ ആരെങ്കിലും നമ്മുടെ അടുത്ത് വളരെയധികം സംസാരിച്ച് വരുമ്പോൾ അവർ എന്താ പറയാൻ പോകുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് പിടുത്തം കിട്ടും. അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർ പറയുന്ന പോലെ തന്നെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച് കേൾക്കുകയാണെങ്കിൽ അത് നമ്മളെ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ സംസാരത്തിനെ വളരെയധികം എഫക്ട് ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മളോട് പറയുമ്പോൾ ഈ ഒക്കെ രീതിയിലാണല്ലേ ഇവിടെ വർക്ക് ആയത്, അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ ഈ ഭയങ്കര ഇമോഷൻസ് ആയി പ്രഷറായി തുള്ളി അത് കേൾക്കാൻ നിൽക്കാതെ സാവകാശം അത് ലിസൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ലിസൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി കിട്ടും എന്താണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യം വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ പോയിന്റ്സ് വളരെ കറക്റ്റ് ആയിട്ട് പറയുക. ചില ആൾക്കാർ ചില കാര്യങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഏതോ ലോകത്തായിരിക്കും. നമ്മൾ പറഞ്ഞ ടോപ്പിക്കേ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നുണ്ടാവാം. പലപ്പോഴും പല സിറ്റുവേഷൻസിലും അത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ മടുപ്പിക്കും കേട്ടോ. ഇനി നിങ്ങൾ വല്ല കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ്, വേറെ ആളുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയായിട്ട് ആദ്യമായിട്ട് സംസാരിക്കണം, ആ വ്യക്തിയോട് നിങ്ങൾ ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ ഒട്ടും ആ വ്യക്തിക്ക് ഇഷ്ടമാവില്ല, ഭയങ്കര ടോക്കറ്റീവ് ആണെന്ന് പറയും അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടോക്കറ്റീവ് അല്ല. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നമ്മളവിടെ പിടിച്ചിരുത്തുക, നമ്മൾ സംസാരിക്കുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. അയ്യോ കുട്ടി സംസാരിച്ചു എന്ത് രസമാണ് കേൾക്കാൻ, അങ്ങനെയാണ് തോന്നുന്നുണ്ട്. ചില ആൾക്കാരുണ്ടാവും ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, സംസാരം ഇവിടെ തുടങ്ങിയാൽ പിന്നെ നിർത്തിയില്ല, ചില സമയം നമുക്കെല്ലാം എഴുന്നേറ്റ് ഓടി തോന്നും. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഒരാളും ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് പറയാം. അതിപ്പോൾ നിങ്ങളിപ്പം ഏത് രീതിയിലാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചത് കാണണമെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാം. ഒരു ഫാമിലി ലൈഫിൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് സംസാരിക്കേണ്ടത്, എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഇതാ ഒരു കാര്യത്തെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ സംസാരിക്കുന്നെങ്കിൽ വേറെ എന്തെല്ലോ കഴിഞ്ഞു പോയതും പഴയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോൾ ആ ഒരു ടോക്ക് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആവില്ല. അത് വളരെ 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 മറ്റേ ആളെ വിഷമിപ്പിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ വളരെയധികം ബോറടിപ്പിക്കുന്ന രീതിയിലാവും കേട്ടോ. അതേപോലെ നിങ്ങൾ സെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് പറയുകയാണെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോയി ചില്ല് ചെയ്ത് സംസാരിക്കുകയാണെങ്കിലും ഏത് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ച് കാട് കയറുകയാണെങ്കിൽ ആർക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് വൈസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഹ്യൂമറൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഞാൻ പേഴ്സണലി പറയാം, എൻ്റെ ഹസ്ബൻഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഹ്യൂമർ വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ വരിക. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനേ പറ്റുള്ളൂ. ചിലപ്പം എല്ലാവർക്കും ഒന്നും പറ്റണമെന്നില്ല. പക്ഷെ എന്ത് സംസാരിക്കുമ്പോൾ ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഭയങ്കര പഞ്ച്വലായിട്ട് എന്താ പറയുക, നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക. അല്ലാതെ കാട് കയറി ഒരു ആൾക്കാർക്ക് കേൾക്കാനേ ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിക്കാതിരിക്കുക. അതേപോലെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ അത്രയും ക്ലിയർ ആയിരിക്കണം. ഒരു അറിവില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പോകരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രം വളരെയധികം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഒരാൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ആളുടെ ഭാഗത്തു നിന്ന് ഇടയ്ക്കൊക്കെ നമുക്കൊരു റിയാക്ഷൻസ് ഉണ്ടാകുന്നത് വളരെ രസമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാറുമാരാണെങ്കിൽ ക്ലാസ് എടുക്കുന്നതിൽ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിന് കുട്ടിയിൽ നിന്ന് റിപ്ലൈ ചോദിക്കുകയും ചെയ്യുന്നില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ആക്കാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പം ആ സംസാരിക്കുന്ന കാര്യത്തിൽ ആ വ്യക്തി എന്തായാലും ഇൻവോൾവ് ആയിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കില്ലേ. അപ്പോൾ ആ വ്യക്തിയോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആൻസർ വരും. അങ്ങനെ ഒരു ടോക്ക് കൊണ്ടുവരുന്നത് നല്ലതാട്ടോ. അതേപോലെ നമ്മളിപ്പം ഇമോഷണലി സംസാരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ഓവർ ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആട്ടോ. നമുക്ക് എന്തെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയോടായിരിക്കാം അല്ലെങ്കിൽ ആരോടെങ്കിലും ഫ്രണ്ട്സിനോടായിരിക്കും. ചിലപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഷ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇമോഷൻസ് കൊണ്ട്, സ്നേഹത്തിൻ്റെ പേരിൽ ഇമോഷൻസ് കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ കരച്ചിലാവും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മൾ പറയുന്നത് എന്താ ഒന്നും ക്ലാരിറ്റിയോടെ പറയാൻ പറ്റില്ല. അപ്പം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഏത് കാര്യത്തിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ അതിലൊരു ഇമോഷണലി എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ ആ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവരിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഐ കോണ്ടാക്ട് ആയിട്ട് സംസാരിക്കുക. അവരടുത്ത് നമ്മൾ സംസാരിക്കുന്ന ടോക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ പൊതുവേ നമ്മൾ ഒരാൾ ഇങ്ങനെ സ്റ്റഡി ബഡിയായി നിന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അത് നമ്മൾ സംസാരിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ കൈകൾ കൊണ്ടും എല്ലാം നോൺ വെർബലി അവർ കുറച്ച് നിങ്ങൾക്ക്
സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ആങ്കേഴ്സിനൊക്കെ ശ്രദ്ധിച്ചില്ലേ, അവർ സംസാരിക്കുന്നത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പം റേഡിയോ ജോക്കീസ് അവരെ കാണുന്നില്ലേ, അവർ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ ആ ഒരു സംസാരത്തിലൊരു സ്മൈലുണ്ട്, അവർ സംസാരത്തിനൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് കൂടും കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് ചിരിച്ചിട്ട് അതേപോലെ നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഇമോഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. ഇപ്പം നമ്മൾ മഴയെ പറ്റി പറയുമ്പോൾ മഴയുടെ ഫീൽ കിട്ടുന്ന രീതിയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പം നമ്മൾ ഒരു ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കതിൽ എക്സാമ്പിൾസ് ഒക്കെ പറയാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് ഒരു മഴയെ പറ്റിയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിനിമയിലെ പാട്ടിനെ പറ്റി അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴും ഒരേ പോലെ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരം ആർക്കും ഇഷ്ടാവില്ല. പിന്നെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന കാര്യത്തെ മനസ്സിലാക്കി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അഡാപ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ കൂടുതൽ അവരുടെ സംസാരം ലിസൺ ചെയ്ത് അവരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഭാഗം എന്താണെന്ന് ക്ലിയർ ആവും. അപ്പൊ പിന്നെ അവരുടെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിച്ചിട്ടും കൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ഭാഗം റോങ് ആണെങ്കിൽ അവർ കൂടെ നിന്ന് സംസാരിക്കണം എന്നല്ല, അവർ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ ഒരു ആംഗിൾ ഓഫ് വ്യൂ ഉണ്ടാവില്ലേ, അവരെ ചിന്തിച്ച രീതി അതിനെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലും കൂടെ അവരുടെ ഭാഗത്ത് നിന്നാൽ എനിക്കിതെങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലും കൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ ഞാനൊക്കെ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു വ്യക്തി എനിക്ക് അത് കാണിച്ചു തന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, എനിക്ക് മാത്രം കാണിച്ചതിലേക്ക് വിഷമമായി എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന സമയത്ത് അതേ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, ഇൻ കേസ് നമ്മളുടെ ആ ഒരു കോണ്ടാക്ട്, നമ്മൾ ആ ഒരു രണ്ടുപേരുടെയും ആ ഒരു ആത്മബന്ധം കുറവായിരിക്കാം ബാക്കിയുള്ള ആൾക്കാരെ പോലെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം, അവൾക്കൊന്നും ചോദിച്ചൂടായിരുന്നോ, ഞാൻ കാണിക്കുമായിരുന്നില്ലേ എന്നുള്ളത്. അവൾ ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ എന്തോ ബുദ്ധിമുട്ട് തോന്നി എന്നുള്ളത്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് എന്താണ്, എനിക്ക് മാത്രം കാണിച്ചില്ല എന്നത്. അപ്പൊ രണ്ട് ആംഗിൾ ഓഫ് വ്യൂവില് ഞാൻ ചിന്തിച്ച് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പൊ പലപ്പോഴും. അങ്ങനെ കൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതൊക്കെ റിലേഷൻഷിപ്പിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങളിപ്പം ഒരു സെയിൽസിലാണെങ്കിലും ഒരു വ്യക്തിയോട് നിങ്ങൾ അത്രയും സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് അത്രയും സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തി ഇത് എടുക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ വ്യക്തിയുടെ ആംഗിൾ ഓഫ് വ്യൂവിൽ ചിന്തിച്ചിട്ട് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഏതൊരു കാര്യത്തിനാണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരെ ലിസൺ ചെയ്യുക, അവരെ മനസ്സിലാക്കിയിട്ട് അവരെ വ്യൂ ഓഫ് എന്താണ് അവർ ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് പിന്നെ അവരുടെ ഭാഗത്ത് നിന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. ഇനി പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന കാര്യമായിട്ടുള്ളത് ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുക എന്നതാണ്. ചില ആൾക്കാർ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. അങ്ങനെ സംസാരിക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലായി കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഒരു ഓഫീസ് വർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പൊതുനിരത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അറിയാത്തൊരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ പിന്നെയും അതിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ കളവായിട്ടെന്തെങ്കിലും നമ്മളവിടെ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വേറൊരു തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഒത്തിരി കളവുകൾ വരും. ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് കോൺഫിഡൻസോടുകൂടെ സംസാരിക്കാൻ പറ്റും. അപ്പം എപ്പോഴും ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കുക. ഇനി അതിൻ്റെ കൂടെ പറയട്ടോ, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആവരുത്. ചില കാര്യങ്ങൾ നമുക്ക് ചില ആൾക്കാരുടെ ഇടയിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഓഫീസ് വർക്കിന് ആയിക്കഴിഞ്ഞാലും എന്ത് കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഓപ്പൺ മൈൻഡഡ് ആവണം, നല്ല സത്യസന്ധമായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം കയറി അങ്ങോട്ട് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമുക്കൊരു ലോജിക്ക് ഇല്ലേ, നമുക്കൊരു കോമൺ സെൻസ് ഇല്ലേ, ഇത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എങ്ങനെ ആയിക്കഴിഞ്ഞാലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഹേർട്ട് ആവാം, അല്ലെങ്കിൽ ഈഗോ വരാം എന്നൊക്കെ രീതിയിലായിരിക്കും ചിലപ്പോൾ. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അത് നിങ്ങളുടെ മാനസികമായിട്ടൊരു ഹേർട്ട് വരിക എന്നല്ലാതെ മറ്റുള്ളവരൊന്നും ബാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ ഓപ്പണായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചും മറിച്ചും ഒക്കെ സംസാരിക്കുക, കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കില്ല. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ സംസാരിക്കുന്ന നേരത്തെ നമ്മൾ ഫീഡ്ബാക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു നോക്കുക. നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് ഒരു രീതിയിൽ സംസാരിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, എനിക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുക. നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മളൊരു ഓഫീസിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ മറ്റ് സഹപാഠികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കാൻ ഞാൻ ഈ പറഞ്ഞതും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. അതുപോലെ വേറൊരു ഓഫീസിലെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ അടുത്ത് അയ്യോ ഞാൻ സംസാരിച്ചത് ശരിയാണോ എന്നല്ല, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ലാരിഫൈ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരടുത്ത് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാണെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ക്ലിയർ ചെയ്ത് ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു കാര്യം ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ, എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. നമുക്ക് മനസ്സിലാക്കും കൂടെ ചെയ്യാം നമ്മൾ സംസാരിക്കുന്ന കാര്യം ക്ലിയർ ആണ് അല്ലെങ്കിൽ
അത് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ഫീഡ്ബാക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അത് അവരോട് ചോദിക്കാം. ഇപ്പം ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിനക്ക് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ നിനക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് കൂടെ ചോദിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. സംസാരിക്കുന്ന രീതി, ശൈലിയൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ അറിയാൻ തന്നെ വേണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും നിങ്ങൾ. നന്നായിട്ട് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷനാണ്. ഏതൊരു ജോബിൻ്റെ ഇടയിലായാലും എന്ത് ആയിക്കഴിഞ്ഞാലും ഏറ്റവും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവന് എവിടെയും നന്നായിട്ട് നിൽക്കാൻ പറ്റും. അവന് എല്ലാ കാര്യങ്ങളും ശോഭിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതിയിൽ ഇവിടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. ലൈഫിൻ്റെ ആ ഒരു വെച്ചടി കയറ്റം തന്നെ കമ്മ്യൂണിക്കേഷനിൽ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ജോബ് സ്ഥലത്താണെങ്കിലും ആ ഒരു വെച്ചടി കയറ്റം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫാമിലി ലൈഫിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു സുന്ദരമായ ലൈഫായിരിക്കും. അത് ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, ഇനിയിപ്പോൾ പാരൻസിൻ്റെ ഇടയിലായിക്കോട്ടെ, എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നിശബ്ദതയേക്കാൾ മെച്ചമായിട്ട് എന്തെങ്കിലും നൽകാനുണ്ടെങ്കിൽ മാത്രമേ അവിടെ സംസാരിക്കാവൂ എന്നുള്ളത്. അപ്പം അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങളെ ലൈഫിലൊക്കെ അത് നന്നായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടാണ് ലൈഫിൽ ആ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് മാറുമെങ്കിൽ ആ രീതിയിൽ ഇരിക്കാൻ പറ്റുക. ഒരുപാട് സംസാരിച്ച് അവിടെ വെറുപ്പിക്കാതിരിക്കാം. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഈ പറഞ്ഞ കോട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏതോ ബുക്കിൽ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് വരുത്തിയെടുക്കുക എന്നുള്ളത് പ്രാക്ടീസിലൂടെ ആട്ടോ. നമ്മൾ സംസാരിച്ചിട്ട് മാത്രമേ നമുക്കത് വരുത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ സംസാരത്തിലും ഈ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.